നമസ്കാരം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വ്യാപിച്ചു കിടക്കുന്ന ആംബുലൻസ് സംവിധാനം, ആ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന നിരവധി പേരുണ്ട്. അവരുടെ കൂട്ടായ്മയുടെ പേരാണ് ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ എന്ന സംഘടന. ഈ സംഘടനയുടെ 6ാമത് സമ്മേളനം ഇക്കുറി കണ്ണൂർ വളപട്ടണത്ത് വെച്ച് നടക്കുകയാണ്. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിക്കുകയാണ്. ആർക്കും ഈ ആംബുലൻസ് സർവീസിനെ കുറിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. മനുഷ്യന്റെ ജീവിതത്തിലെ അത്യന്താപേക്ഷിതമായിട്ടുള്ള സർവീസാണ് ഇവർ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ സംഘടനയെ കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ, സംഘടനാ പ്രവർത്തനത്തിലൂടെ ഈ മേഖലയിൽ നിന്ന് ഉയർന്നു വന്നിരിക്കുന്ന പല പ്രശ്നങ്ങളിലും പരിഹാരം കാണാനും അത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താനും ഈ സംസ്ഥാന സമ്മേളനത്തിലൂടെ അവർ ശ്രമിക്കുകയാണ്. ആംബുലൻസ് മേഖല എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു വിഭാഗക്കാരായതുകൊണ്ട് തന്നെ അത് ഒരു മികച്ച സർവീസാക്കി മാറ്റണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇക്കുറി 6ാമത് സമ്മേളനത്തിലേക്ക് കടക്കുന്നതെന്ന് സംഘടനയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള അനു സാമുവൽ നമ്മളോട് അഭിപ്രായപ്പെട്ടു. നമസ്കാരം, ഞാൻ അനു സാമുവൽ, ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ്. ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷന്റെ 6ാം സംസ്ഥാന സമ്മേളനം കണ്ണൂർ വളപട്ടണം മന്ന റിപ്ത ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഈ വരുന്ന മെയ് 12-ാം തീയതി ഞായറാഴ്ച രാവിലെ നടക്കാൻ പോവുകയാണ്. ആംബുലൻസ് മേഖലയെ സ്നേഹിക്കുന്നവരും ഈ പ്രവർത്തന മേഖലയിൽ നല്ല രീതിയിൽ നിൽക്കുന്ന ഓരോ പ്രവർത്തകരെയും ആർദ്രമായി ആ ഒരു സമ്മേളനത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു സമ്മേളനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആംബുലൻസ് മേഖലയുടെ പ്രവർത്തനം കുറ്റമറ്റ രീതിയിൽ നല്ല രീതിയിലാക്കുക, അതിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് തന്നെ സമൂഹത്തിന് നന്മകൾ ചെയ്യുക എന്നുള്ള ഉദ്ദേശലക്ഷ്യം ഒന്ന് മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ്. അതിൽ കൂടെ നമ്മുടെ ഈ മേഖലയിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നമ്മുടെ സഹപ്രവർത്തകരുണ്ട്, അവരെ സഹായിക്കുക, എല്ലാവരും ഒത്തൊരുമിച്ച് നല്ല രീതിയിൽ ഈ ഒരു പ്രവർത്തന മേഖലയെ നമ്മുടെ നാടിന് നന്മ ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സംഘടനയുടെ പ്രവർത്തനം ഈ കഴിഞ്ഞ 6 വർഷക്കാലം നല്ല രീതിയിൽ മുന്നോട്ട് പോയത്. തുടർന്നും കൂട്ടുത്തരവാദിത്തത്തോടു കൂടി എല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് സഹകരിച്ചുകൊണ്ട് ഈ ഒരു പ്രവർത്തനം നല്ല രീതിയിൽ പോകുവാനും ഈ ഒരു സമ്മേളനം വൻ വിജയമാക്കുന്നതിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണവും അകമഴിഞ്ഞ സപ്പോർട്ടും മാത്രം ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഒരു സമ്മേളനത്തിലൊക്കെ എല്ലാവരെയും ഹാർദമായി ഞങ്ങൾ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുകയും ക്ഷണിക്കുകയുമാണ്. അതെ, ആ മേഖല കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിക്കേണ്ടത് ഈ നാടിന്റെ കൂടി ആവശ്യമാണ്. ഈ മാസം 12-ാം തീയതി നടക്കുന്ന അവരുടെ വിപുലമായ സമ്മേളനം, ആ സമ്മേളനത്തിൽ ഈ മേഖലയിലുള്ളവരുടെ തന്നെ പ്രതിസന്ധികൾ നിരവധിയുണ്ട്. കാര്യം ഏത് മേഖലയായിരുന്നാലും ശരി, അവർ നേരിടുന്ന പ്രശ്നം, പ്രത്യേകിച്ച് ആംബുലൻസ് മേഖല എന്നാൽ രാപ്പകലില്ലാതെ ഈ നാട്ടിലെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവർ സ്വന്തം ജീവൻ പണയം വെച്ച് ആ മേഖലയിലെ ജോലിയിൽ വ്യാപൃതരായിരിക്കുന്നവരാണ്. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് അത്യന്താപേക്ഷിതം തന്നെയാണ്. അവരുടെ മേഖലകളിൽ നിരവധി വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അത് പരിഹരിക്കേണ്ടത് ഇവിടത്തെ സംവിധാനങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഇതെല്ലാം ഈ വരുന്ന സമ്മേളനത്തിൽ കൂട്ടായ ചർച്ചയിലൂടെ പല തീരുമാനങ്ങളും കൈക്കൊണ്ട് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുക എന്നുള്ളതാണ് ഈ ഒരു സമ്മേളനം കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. അത്തരം ഒരു സമ്മേളനത്തിന് ഈ നാടിന്റെ കൂടി പിന്തുണ കൊടുക്കേണ്ടതുണ്ട്. കാര്യം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഇത്രയും വലിയൊരു സർവീസ് കേരളത്തിൽ ഉടനീളം എടുത്ത് പരിശോധിച്ചാൽ ആയിരക്കണക്കിന് ആംബുലൻസ് ഡ്രൈവർമാരും ഓണർമാരുമുണ്ട്. അവരുടെ എല്ലാം പ്രശ്നങ്ങൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കാനും അവർ നേരിടുന്ന വെല്ലുവിളികൾ, അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇതെല്ലാം പരിഹരിക്കാൻ വേണ്ടി കൂടിച്ചേരുന്ന ആ സമ്മേളനം അത് ഈ നാടിനു കൂടി ഉപകാരപ്രദമാകുന്ന ഒരു സമ്മേളനം തന്നെയാണ്. അതിന് ജനപിന്തുണ കൊടുക്കേണ്ടത് ഈ നാടിന്റെ കൂടി ഉത്തരവാദിത്തമാണ്. അത്തരം ഒരു സമ്മേളനത്തിലൂടെ ഈ മേഖലയിൽ നിലനിൽക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് മികച്ച സേവനം ലഭ്യമാക്കാൻ അവർക്ക് കഴിയട്ടെ എന്നും കൂടി ആശംസിക്കുകയാണ്.